ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ വേറെ ഒന്നല്ല, ഇപ്പോൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഞാനും എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പീരീഡ്സ് എന്ന് പറയുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ? കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല. ഞാനൊക്കെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു തുടങ്ങുക. ഫസ്റ്റിലേ നമ്മൾ ഓരോരുത്തർ നമ്മളിപ്പം പഠിച്ചു വന്ന ആൾക്കാർ, ഇപ്പം ഞാനൊരു 5th സ്റ്റാൻഡേർഡ് തൊട്ടേ ഓരോരോ ആൾക്കാരായിട്ട് പീരീഡ്സ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. പിന്നെ അടുത്ത വീട്ടിലൊരു ചേച്ചി പീരീഡ്സ് ആയെന്നും പറഞ്ഞ് ആ ചേച്ചി ഒടുക്കത്തെ കരച്ചിലായിരുന്നു. അതുപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് പീരീഡ്സ് ആയിട്ട് അമ്മ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഈശ്വര ഇതെന്താണ്. പിന്നെ പലവർക്കും വയറുവേദന, മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചു 5ാം ക്ലാസ് തൊട്ടേ ഇങ്ങനെ കണ്ടുവരുന്ന ഈ സംഭവം എന്താ എനിക്കില്ലാത്തതെന്ന് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചു. അങ്ങനെ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7, 8, അങ്ങനെ 9ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി നെക്സ്റ്റ് പീരീഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അന്ന് നമുക്ക് ചുരിദാറൊക്കെ ആയിരുന്നല്ലോ, മറ്റേ ഷോളൊക്കെ പിൻ ചെയ്ത് പോകുന്ന അങ്ങനത്തെ, അതാണെങ്കിൽ ഒരു പിങ്ക് കളറ് അങ്ങനത്തെ ഒരു ചുരിദാറൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇന്റർവെല്ലിന് സമയത്ത് എങ്ങാനും ബാത്റൂമിൽ പോകുന്ന സമയത്ത്, അതായത് ബെഞ്ചിൽ നിന്ന് എണീറ്റ് ബാത്റൂം പോകുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് നിന്റെ ബാക്കിൽ ബ്ലഡ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ ഈശ്വര ഞാൻ ഭയങ്കര ടെൻഷനായി. കാരണം എൻ്റെ ചേച്ചി ഉണ്ട് കേട്ടോ കൂടെ. എൻ്റെ ചേച്ചി കൂടെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ തന്നെ ഞാനും എൻ്റെ ചേച്ചി എന്നെയും കൊണ്ടുപോയി നേരെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവരെനിക്ക് പാഡ് തന്നു. സത്യം പറഞ്ഞാൽ ആ പാഡ് എങ്ങനെ വെക്കാന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പാനിക്കായി പോയി. എങ്ങനെ ചെയ്യുക, ഇതെന്താ സാധനം, അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര ടെൻഷനായി. പിന്നെ എനിക്ക് അന്ന് വെക്കാനൊന്നും അറിയാത്ത അവസ്ഥയായതുകൊണ്ട് എങ്ങനെയൊക്കെ എന്തായാലും അറിയാം, നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമല്ലോ സ്റ്റേ ഫ്രീൻ്റെ വിസ്പറിൻ്റെ പരസ്യം. അപ്പൊ പിന്നെ വെച്ചാൽ അതുപോലെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് വെക്കാന്ന് പറഞ്ഞ് എങ്ങനെയും ഒപ്പിച്ചു. പക്ഷെ എന്തായാലും ഇനി ഒരു പീരീഡും കൂടിയേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ്ടിരിക്കുക. അതാണെങ്കിൽ വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മണ്ഡലമാസം അങ്ങനെയായിരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ ആറ്റുനോറ്റ് ശബരിമലയിലൊക്കെ പോകാൻ വേണ്ടി വ്രതമൊക്കെ എടുത്തിരിക്കാൻ, അതായത് പിറ്റേ ദിവസം മാലയിട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നപ്പോഴും ഇങ്ങനെയായി എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ അച്ഛൻ എന്തായാലും നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് മാല ഇട്ടില്ല. പിന്നെ അന്ന് തൊട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു റൂമിൽ മാറ്റി നിർത്തലായി, ഒരു പായതരിക, അവർക്കുള്ള കഴിക്കാനുള്ള ഫുഡ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല നല്ല ഫുഡ് ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നു. വരുന്ന ആൾക്കാരാണെങ്കിലും കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിലും കുറേ ഫ്രൂട്ട്സും മുട്ടയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിട്ട് കുറെ തിന്നാൻ കിട്ടിയിരുന്നു. പിന്നെ നല്ലെണ്ണ കുടിക്കുക, അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവരും പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി, അതായത് ഫസ്റ്റ് പീരീഡ്സിൽ മാറ്റി നിർത്തി അങ്ങനെ ഒരു റൂമിൽ അങ്ങനെ ഇരുത്തുക ചെയ്യുക. പക്ഷെ ഞാൻ ഒരു വെറൈറ്റി സാധനം ആയതുകൊണ്ട് അവിടെ ഇവിടെയൊന്നും അങ്ങനെ മീൻസ് അവിടെ ഇങ്ങനെ ഓരോടത്ത് തന്നെ ഇരുന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അവിടത്തോട് ഇവിടത്തോട് നിന്നിട്ട് അച്ഛമ്മയൊക്കെ ഈ പെണ്ണ് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞു. ഞാൻ അതേപോലെ ഒന്നും ഇരുന്നിട്ടില്ല. പിന്നെ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ അന്നൊക്കെ സത്യം പറഞ്ഞാൽ കുറേ വർഷം മുമ്പുള്ള കാര്യമല്ലേ, 9th പീരീഡ്സ് ആയിട്ട് അന്നാണ് എനിക്ക് ഫസ്റ്റ് സ്റ്റാഫ് റൂമിൽ നിന്ന് സ്റ്റേ ഫ്രീ തന്നെ. പിന്നെ ഞാൻ സ്റ്റേ ഫ്രീ യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെയൊക്കെ ആ സമയത്തൊക്കെ തുണി തന്നെയായിരുന്നു. 10th കഴിഞ്ഞു, 11th 12th അതിലൊക്കെ ഞാൻ തുണി തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഡിഗ്രി ആയപ്പോൾ കുറച്ച് ലോങ് ആയപ്പം പിന്നെ അപ്പം തൊട്ട് ഞാൻ പാഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ആ പാഡിനെ പറ്റിയിട്ടുള്ള കൂടുതൽ സംഭവങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ എന്തായാലും ലോങ് അല്ലേ പോകുന്നത്, തുണിയാണെങ്കിൽ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ അത് ഒരുപാട് ഭയങ്കര ഹൈജീനിക് ആയിട്ടൊക്കെ സൂക്ഷിക്കണം. അപ്പൊ പിന്നെ ഏറ്റവും കംഫർട്ടബിൾ പാഡാണെന്ന് കരുതി
പാഡ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ മീൻസ് ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും ഇപ്പൊ പിന്നെ മാർക്കറ്റിൽ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. പീരീഡ് പാൻറ്റീസ്, പിന്നെ മറ്റേ മെൻസ്ട്രൽ കപ്പ്, അങ്ങനെയുള്ള സകല സംഭവങ്ങൾ നമുക്ക് ഇറിറ്റേഷൻ തരാത്ത രീതിയിൽ പല ബ്രാൻഡുകളും ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാഡ് തന്നെയായിരുന്നു ശരണം. പിന്നെ ഞാൻ ഒരു 2 വർഷം മുന്നേ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതെല്ലാവരും വെക്കുന്ന സമയത്ത് ഇഷ്യൂ ആവുമോ, ഉള്ളിൽ കയറി പോവോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് വെക്കാൻ നോക്കിയപ്പോൾ ഫെയിലായിപ്പോയി. എനിക്ക് നടക്കുന്നില്ല. പിന്നെ ഞാൻ വെറുതെ പ്രഷർ അടിക്കേണ്ട, പിന്നെ മാരേജ് ഒന്നും കഴിയാത്ത ആൾക്കാർ യൂസ് ചെയ്യണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ കാരണം കൊണ്ട് ശരി വേണ്ട, റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മാരേജ് ഒക്കെ കഴിയുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി എന്തായാലും മെൻസ്ട്രൽ കപ്പനെ യൂസ് ചെയ്യും. കാരണം നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റേ ഫ്രീ ആണ് ഞാൻ യൂസ് ചെയ്ത് വരുന്നത്. അതായത് വേറെ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഫസ്റ്റ് എനിക്ക് പീരീഡ്സിന് ഈ വയറുവേദന, തലചുറ്റല്, മറ്റുള്ളവരുടെ ഇഷ്യൂസ് പോലെ ഒന്നും എനിക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് സകല പ്രശ്നങ്ങളുണ്ട്. മൂഡ് സ്വിങ്സ് ആണ് ഏറ്റവും വലുത്. നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ മൂഡ് സ്വിങ്സ് അത് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്കൊരു പണ്ടാരാണ്. കാരണം ആരും നമ്മുടെ അടുത്ത് വന്ന് മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, എന്ത് പറഞ്ഞാലും ദേഷ്യം. അപ്പൊ അങ്ങനത്തെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നോർമലി അങ്ങനെ പോവും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇപ്പൊ നിലവിൽ വരെയുള്ള എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.